തേങ്ങയ്ക്ക് ഇപ്പൊ എന്താ വില? ഒരു മൂട് തെങ്ങുള്ളതുകൊണ്ട് ചമ്മന്തി അരക്കാനെങ്കിലും നമുക്ക് കിട്ടും. അപ്പൊ ഈ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കണേ. പണിയൊക്കെ നടക്കണേ ഉള്ള. പച്ചക്കറിയുടെയൊക്കെ വില കയറി പോണ പോക്ക്. ഇനി ഓണോണ് വരാൻ പോണ. തീ പിടിച്ച വിലയിരിക്കും. സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കണേ അഭി. വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയർന്നു. അതും പാവപ്പെട്ടതിന്റെ വയറ്റത്തടിച്ച്. അഭി വേണമെങ്കിൽ മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതിയേ. ഇന്ധന വില കൂടാൻ സാധ്യത. റേഷൻ അരി വൈകും. മനുഷ്യൻ പട്ടിണി കിടന്ന് ചാവയുള്ളൂ. അഭി ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അഭി നല്ല വിശപ്പായി. ഉള്ളതൊക്കെ എടുത്തോണ്ട് വാ. എന്തുവാ ഇത്? ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഒന്നും ഉണ്ടാക്കിയില്ല. ഓരോന്നുണ്ടാക്കാൻ എടുക്കുമ്പോ അതിന്റെ വില, ഇതിന്റെ വില, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് മനുഷ്യനെ മടുപ്പിക്കുമ്പോ ഓർക്കണമായിരുന്നു. തിന്ന്, ഇങ്ങനെ തന്നെ തിന്ന്. ഇതെല്ലാം വേവിക്കുമ്പോഴാണല്ലോ ഗ്യാസും മുളകുപൊടിയും മല്ലിപ്പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ വേണ്ടി വരുന്നത്. ഇങ്ങനെ തിന്നാ ഒരു കുഴപ്പവും ഇല്ല. ഇയാള് പിന്നെ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് ചെക്കുന്ന എന്തതിനാ? കണി കാണാനാണോ? എനിക്കെന്തോ ഇത് വില കൂടുന്നതും കുറയുന്നതൊന്നും അറിഞ്ഞുകൂടെ? ഇതെല്ലാം നോക്കി തന്നെ ഞാനിവിടെ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നീ ഇയാൾ ഒറ്റയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്ക്, അപ്പൊ മനസ്സിലായിക്കോളൂ. തിന്ന്, നിങ്ങളിത് തിന്ന് തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. തിന്ന്. ഇത് തിന്നാം. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യോ? ഇപ്പൊ മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോണ്ടത് കഴിക്കാനാണോ എന്നാ അത് നോക്കിക്കണ്ടു വെക്കാൻ എനിക്കറിയാം. വാ, നമുക്കിത് റെഡിയാക്കാം.